പക്ഷേ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാരണം 57 രൂപീകൃതമായ കേരളം, പിന്നെ കേരളത്തിൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി 56 രൂപീകൃതമായി, പിന്നെ 57 കേരളമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വനിതാ മുഖ്യമന്ത്രിമാർ വന്നത് എൻ്റെ കണക്കനുസരിച്ച് BJPക്കാണ്. അപ്പോൾ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ 2 തവണ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നിപ്പോൾ കോൺഗ്രസ് പറയുമ്പോൾ, രാഹുൽ ഗാന്ധി പറയുമ്പം അത് പിന്നെ പിങ്കുമോളെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മോൻ പിങ്കുമോളും കൂടിയുള്ള സംഭവം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരിയെ മാത്രമേ കൊണ്ടുവരാനുള്ളൂ, പ്രിയങ്ക ഗാന്ധിയെ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയിലേക്കാണ് ആ ഒരു വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് ഒരു സൂചന, ഒരു സ്മെല്ല്. അതൊരു ബാഡ് സ്മെല്ലാണ് സതീഷിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. രാജ്മ നമസ്കാരം. നമസ്കാരം. രാജ്മ, പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള ചില സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം വയനാട്ടിൽ നിന്നുള്ള MP ആണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ച പുതുപ്പള്ളിയിലെത്തിയ രാഹുൽ ഗാന്ധി ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് മൊത്തത്തിലായിട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ള ഒരു വനിത എന്ന് പറയാനായിട്ട് ഒന്നെങ്കിലും മറിയ ഉമ്മനാവണം, അതല്ല എങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് സാധ്യതയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെ നോക്കിക്കാണുന്നില്ല? അല്ല, വനിതാ മുഖ്യമന്ത്രിയാവാൻ പിന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മയാക്കണമെന്നായിരിക്കും പറയുക. അങ്ങനെ അതിനാണ് സാധ്യത കൂടുതൽ. അവർ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും യോഗ്യമായിട്ടുള്ള ആൾ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് എന്നുള്ളത് കൊണ്ട്. പിന്നെ അപ്പോൾ KPCC പ്രസിഡന്റ് ആക്കിയിട്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും രാജ്മോഹൻ പറഞ്ഞ പോലെ അങ്ങനെ നടത്താം. പക്ഷേ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാരണം 57 രൂപീകൃതമായ കേരളം ഈ 68 വർഷങ്ങൾക്ക് 69ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോഴും ഇതുവരെ പിന്നെ കേരളത്തിൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി 56 രൂപീകൃതമായി, പിന്നെ 57 കേരളമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. കാരണം നമ്മുടെ സമീപ സംസ്ഥാനമായിട്ടുള്ള ഇവിടെ വനിതാ മുഖ്യമന്ത്രി വന്നു, തമിഴ്നാട്ടിൽ 2 പേര് വന്നു. ജാനകി രാമചന്ദ്രൻ കുറച്ചു കാലമായി, ജയലളിത വന്നു. അതേപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പിന്നെ ബീഹാറിൽ വന്നു, സുജാത കൃപലാനി വന്നിട്ടുണ്ട്, ആനന്ദിബെൻ പട്ടേൽ വന്നിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന്. ഏറ്റവും കൂടുതൽ വനിതാ മുഖ്യമന്ത്രിമാർ വന്നത് എൻ്റെ കണക്കനുസരിച്ച് BJPക്കാണ്. ഉമാഭാരതി വന്നു, വസുന്ധരരാജ് വന്നു, സുഷമ സ്വരാജ് വന്നു. അതേ ദില്ലിയിൽ തന്നെ പിന്നെ ഇവർ വന്നിട്ടുണ്ട്, ഷീലാ ദീക്ഷിത് വന്നിട്ടുണ്ട്. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിലത്തെ ഡൽഹി മുഖ്യമന്ത്രി വനിതയാണ്. അതേപോലെ അതിനു മുമ്പ് അതിഷി കുറച്ചു കാലം AAP കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ വന്നു. അപ്പൊ ദില്ലിയിൽ ഉമാഭാരതി വന്നു മധ്യപ്രദേശിൽ നിന്ന്. അപ്പം ഏറ്റവും കൂടുതൽ 4 മുഖ്യമന്ത്രിമാർ വന്നിട്ടുള്ളത് വനിതകൾ വന്നത് ദില്ലിയിൽ നിന്നാണ്. അപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും പിന്നെ മമതാ ബാനർജി ഏറെക്കാലമായിട്ട് ബംഗാളിനായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് മായാവതി ഉത്തർപ്രദേശിന് മുഖ്യമന്ത്രിയായി. അപ്പോൾ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ 2 തവണ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഒന്ന് 87 തെരഞ്ഞെടുപ്പിൽ KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടും എന്ന ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു. അതിലുള്ള ചില അനിഷ്ടം കൊണ്ടൊക്കെയാണ് അവർ പിന്നെ പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുന്നതും ഒക്കെ വരുന്നതും ഒക്കെ തന്നെ പിൽക്കാലത്ത്. അന്ന് പിന്നെ ശരിക്കും KR ഗൗരമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചിട്ടാണ്. 2021 തെരഞ്ഞെടുപ്പിൽ, കാരണം 2016 തൊട്ട് 2021 വരെയുള്ള ക്യാബിനറ്റിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത പ്രാപ്തിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായിട്ട് വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ പക്ഷെ അന്ന് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെയാണല്ലോ പ്രഖ്യാപിച്ചിരുന്നത്. അല്ല, മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാവും, ഒരു ഭാവി മുഖ്യമന്ത്രിയെ ശൈലജ ടീച്ചറിൽ കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. കോൺഗ്രസിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ മന്ത്രിയാവാൻ തന്നെ കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പലർക്കും ആർക്കും മന്ത്രിയാവാം. അതിന് പിന്നെ കൂടുതൽ നല്ലൊരു ടീമും കൂടെ ഉണ്ടായാൽ മതി, സ്റ്റാഫ് പാറ്റേൺ ഉണ്ടായാൽ മതി, അല്ലാതെ മന്ത്രിയുടെ മിടുക്കൊണ്ടൊന്നുമല്ല. അപ്പം പിന്നെ ആദ്യമായിട്ട് MLA-മാരാവുന്നവരാണെങ്കിലും ആവാം. പക്ഷേ ഇവരിൽ പലരും MLA-മാർ പോലും ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള നേതാവാണ്. അതേപോലെ തന്നെ ബിന്ദു കൃഷ്ണ കുറെ കാലമായിട്ട് കൊല്ലത്ത് നിന്ന് തോക്കുന്ന, ഈ പ്രാവശ്യം ഇനി രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേര് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഒരുപാട്. സാവിത്രി ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ളവർ, റോസക്കുട്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. MT പത്മ വന്നിട്ടുണ്ട്. പിന്നെ PK ജയലക്ഷ്മി പിന്നെ അന്ന് വേറെ വനിതകളില്ലാത്തതുകൊണ്ട് മന്ത്രിയായല്ല. അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായ നമ്മുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾ പറയുന്ന ഈ വനിതാ നവോത്ഥാനത്തിനും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മതിൽ കിട്ടിയിട്ട് മാത്രം കാര്യമൊന്നുമില്ല. ഏത് പാർട്ടിയാണെങ്കിലും
അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിന് പറ്റുന്ന ആളായിരുന്നു സുശീല ഗോപാലൻ. 96-ലെ മിനിസ്റ്റർ വരുമ്പം അന്ന് പിന്നെ വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടതുകൊണ്ട് അന്ന് CPM-ന്റെ കേന്ദ്ര നേതൃത്വം EMS ഉൾപ്പെടെ ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉൾപ്പെടെയുള്ളവർ വെച്ചത് സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവട്ടെ എന്നാ. അന്ന് VS-ഉം പിണറായി വിജയനും കൂടെ കൂടിയിട്ടാണ്, പിണറായി വിജയനെ ഒക്കെ കൂട്ടിയിട്ട് VS ആണ്. കാരണം VS-നെ എന്തായാലും CIT ഗ്രൂപ്പാണ് തോപ്പിച്ചത്. അപ്പൊ തോപ്പിച്ചതിന് പ്രതികാരം വീട്ടുക എന്നുള്ള രീതിയിൽ VS-ഉമായിട്ട് ഇടർച്ചയിലുണ്ടായിരുന്ന നായനാരെ VS മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നായനാര് സിറ്റിംഗ് MLA രാജിവെപ്പിച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത്. അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നിപ്പോൾ കോൺഗ്രസ് പറയുമ്പോൾ, രാഹുൽ ഗാന്ധി പറയുമ്പം അത് പിന്നെ പിങ്കുമോളെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മോഹൻ പിങ്കുമോളും കൂടിയുള്ള സംഭവം തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി വനിത ഒരു മുഖ്യമന്ത്രി ആവാനൊക്കെ യോഗ്യയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി ആവാൻ യോഗ്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. മുഖ്യമന്ത്രി ആവാൻ യോഗ്യയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജയലളിത സുപ്രഭാതത്തിലാണ് മുഖ്യമന്ത്രി ആവുന്നത്. അതുമാത്രമല്ല, പിന്നെ പോം മോനെ ദിനേശ, പോം മോനെ വിജയ എന്ന് പറഞ്ഞ ഒരു ഊള തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഒരു നിലവാരം കുറഞ്ഞവൻ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കുമാരസ്വാമി കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കുമാരസ്വാമി അവരുടെ കുടുംബത്തിന്റെ മൊത്തം ചരിത്രം നമുക്കറിയാമല്ലോ. ഇപ്പൊ പിന്നെ BJP-യുടെ കൂടെ നിൽക്കുകയാണ്. അപ്പം പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ അയോഗ്യതകളൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരുമ്പം കേരളത്തിലെ മലയാളി വനിതകളെ ആരെയും ഒന്നിനും കൊള്ളാത്തവരാണ് കോൺഗ്രസിനകത്തുള്ളവരെന്ന് അവർക്ക് ഭരണം കിട്ടിയാൽ അവർ തെളിയിക്കുന്നതിന് തുല്യമായിട്ട് മാറും എന്നുള്ളതാണ്. പക്ഷേ പിന്നെ വി ഡി സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റിനെയും കൃത്യമായിട്ട് കേരളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പിന്നിൽ വേറെന്തോ ഒരു ലക്ഷ്യം, അദ്ദേഹം വേറെന്തോ ഒരു അപകടം പുള്ളി മണത്തിട്ടുണ്ട്, സ്മെല് ചെയ്തിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശൻ അറിയാതെ നടക്കുന്ന കുറേ നീക്കങ്ങളെ കുറിച്ച് വി ഡി സതീശൻ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വി ഡി സതീശൻ അറിയാതെ അപ്പുറത്ത് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ പ്ലാനിങ് നടക്കുന്നുണ്ട്, എതിർത്ത് നിൽക്കും എന്ന് കരുതുന്നവർ തമ്മിൽ ടൈപ്പിലേക്ക് പോകുന്നുണ്ട്, അവർ പരസ്പര ധാരണകളിലേക്ക് എത്തുന്നുണ്ട്. ഇതൊന്നും വി ഡി സതീശൻ ഇപ്പം അറിയുന്നില്ല. വി ഡി സതീശൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രതിപക്ഷത്തെ നന്നായി നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വി ഡി സതീശൻ. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിലും വി ഡി സതീശൻ പറഞ്ഞ വി ഡി സതീശൻ പറഞ്ഞ കണക്ക് ക്ലിയർ ആയെന്നുള്ളതാണ് അന്ന്. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോയി അതിനകത്ത്. അപ്പോൾ വി ഡി സതീശൻ ഒരു തിരിച്ചടി ഉണ്ടായാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്തൊരു തിരിച്ചടി ഉണ്ടായാൽ റിസൈൻ ലെറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്ഥലങ്ങളും കോൺഗ്രസിന്റെ കൈവശം ഇരുന്നാണ്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതുമാണ്. അല്ല, ആണ്. പക്ഷേ നിലമ്പൂരിൽ വി ഡി സതീശൻ എടുത്ത് റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ VS ജോയിക്ക് പകരം ഹരിയാണ ഷൗക്കത്തിനെ കൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഫുൾ ഉത്തരവാദിത്തം, ജയിച്ചാൽ എല്ലാവർക്കും കൂടെ ക്രെഡിറ്റ്, തോറ്റാൽ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ചേലക്കരയുടെ കാര്യത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. ചേലക്കരയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ചേലക്കരയിൽ അസാധ്യമായ കാര്യം തന്നെയാണ്. മേരിദാസിനോടെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അവിടെ തന്നെ പാളിപ്പോയി. ഇവർ കരുതിയത് മറ്റടുത്ത് തോറ്റുകൊണ്ട് ഇവിടെ ഇതാവും എന്നുള്ളതാണ് കണക്ക് കൂട്ടിയത്. അപ്പോൾ അത് നടന്നില്ല. പിന്നെ പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ അവസാന ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ അത്ഭുതപ്പെടാനില്ല. ഇവിടെ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വടംവലി നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ എതിർക്കാൻ പറ്റത്തില്ല. പിന്നെ ചെന്നിത്തലയ്ക്ക് എതിർക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സതീശന് എതിർക്കാൻ പറ്റുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഏറ്റവും നഷ്ടം തരുന്നത് KC വേണുഗോപാലിനാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് അവിടെ പിന്നെ അതേസമയം രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ മുഖ്യമന്ത്രിയാകുകയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിന് പ്രതിപക്ഷ നേതാവാകാം കേന്ദ്ര ക്യാബിനറ്റ്. ഇവിടെ പിന്നെ ഈ പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് വെറും MP ആയിട്ട് തുടരേണ്ടി വരും എന്നുള്ളതാണ്. അടുത്ത 3 വർഷവും കൂടെ അങ്ങനെ തന്നെ തുടരേണ്ടി വരും എന്നുള്ള ഏറ്റവും വലിയൊരു പ്രയാസപ്പെട്ടൊരു സമയമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ചെന്നിത്തലയ്ക്കും സതീശനും എന്തായാലും ജയിച്ചാൽ UDF വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യാബിനറ്റിൽ നല്ല പുറത്ത് കിട്ടും. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇനിയിപ്പം KC കൂടി അറിഞ്ഞുകൊണ്ടാണോ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയെന്ന് KC അറിയാതെ ചിലപ്പോൾ എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം വി ഡി സതീശന് സ്മെല്ല് ചെയ്തുകൊണ്ടാണ് വി ഡി സതീശൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നല്ലാതെ ഇപ്പം ഇവരിവിടെ കൊണ്ടുവന്നിട്ട് എന്തായാലും DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കത്തില്ലല്ലോ. ഇവർ പിന്നെ സിദ്ധരാമയ്യെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കത്തില്ലല്ലോ. ഇവർ സച്ചിൻ പൈലറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കത്തില്ലല്ലോ. ഇവർ പിന്നെ മറ്റേ വേറെ ആരെയെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കത്തില്ലല്ലോ. പിന്നെ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട്
പിന്നെ കൊണ്ടുവരിക എന്നുള്ളത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയും വരത്തില്ല. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തുനിന്ന് ഒരാൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിയെ മാത്രമേ കൊണ്ടുവരാനുള്ളൂ, പ്രിയങ്ക ഗാന്ധിയെ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയിലേക്കാണ് ആ ഒരു വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് ഒരു സൂചന, ഒരു സ്മെല്ല്. അതൊരു ബാഡ് സ്മെല്ലാണ് സതീഷിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ക്യാബിനറ്റിൽ പോലും കൺട്രോൾ ഇല്ലാതാവും. ഇവർക്ക് സാധാരണ UDF ക്യാബിനറ്റിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ UDF ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരനൊക്കെ ഉള്ള കാലത്ത്, കരുണാകരൻ്റെ കാലത്ത് ഭയങ്കര കർക്കശമായ ഘടകകക്ഷികളുടെ മേലെ തന്നെ നിയന്ത്രണം ഉണ്ടായിരുന്നു കരുണാകരൻ. അതുകൊണ്ടാണ് ലീഡർ എന്നുള്ള പേര് വന്നത്. ആ ഏകാന്റണിയുടെ സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു, ലൂസായിരുന്നു, ആർക്കും എന്തും ചെയ്യാം, അവരോട് ഇഷ്ടമുള്ള വഴിക്ക് പോകും. ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടി സ്ട്രോങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി 2004 മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്തത് ബാലകൃഷ്ണപിള്ളയും TM ജേക്കബിനെയും ക്യാബിനറ്റിൽ നിന്ന് ഒഴിവാക്കുക ചെയ്തത്. കാരണം മുന്നണിക്കകത്ത് ഇരുന്നിട്ട് മുന്നണിയെ വിമർശിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം. അങ്ങനെ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എല്ലാ കാലത്തും ഉമ്മൻചാണ്ടി എടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കൂടെ കെ മാണിയും പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ആയിട്ട് ഉറച്ചു നിന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള സമയത്ത് പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാലും പ്രിയങ്ക ഗാന്ധിയും പവർഫുള്ളായിരിക്കും. കോൺഗ്രസ്സുകാരെ മുഴുവൻ ഏറ്റവും വലിയ അവർക്ക് ഈ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള രീതിയിലാണ്, ഗണ്ഡി കുടുംബമാണെന്നുള്ളതൊന്നും എല്ലാവർക്കും അറിയത്തില്ല. അപ്പം ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട്, പിന്നെ കണ്ണുണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ ഇവർക്ക് ആ ഒരു പിന്നെ പ്രിയങ്ക ഗാന്ധി പറയുന്നിടത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ക്യാബിനറ്റിൻ്റെ അകത്ത് അതാത് വകുപ്പുകളെങ്കിലും സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രമായി ഇഷ്ടമുള്ള വഴിക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് ആർക്കും കഴിയാത്ത അവസ്ഥ വരും. ഏത് മന്ത്രി വന്നാലും ഘടകകക്ഷിയും പ്രിയങ്ക ഗാന്ധിയെ ഉറപ്പിക്കാൻ നിൽക്കത്തില്ല, മുസ്ലിം ലീഗും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്തായിരുന്നാലും പാണക്കാട് കുടുംബമായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം പിന്നെ ഈ സോണിയാഗാന്ധിയുടെ കാലഘട്ടം തൊട്ട്, അതായത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ദുർബലമായതിനു ശേഷമാണ് ഈ പിന്നെ മുസ്ലിം ലീഗിനെ ദേശീയ നേതാക്കന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഇപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ 2-3 സംസ്ഥാനത്തെ ഈ സാധനം ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഭാഗമായിട്ട് അപ്പം അതിനകത്ത് അവസാന ഘട്ടത്തിൽ പിന്നെ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും VD സതീഷിനെയും മറികടന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിതയായാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലം ആ സമയത്ത് അവർക്ക് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അതുകൂടാണ്ട് വേറൊരു കാര്യം പറയേണ്ടതുണ്ട്. ഇതൊക്കെ വെറും ചർച്ചകൾ മാത്രമാണ്. 70 എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് UDF എങ്ങനെ എത്തും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടപ്പുണ്ട്. അല്ല പിന്നെ അത് ചോദ്യചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വേവ്, നമ്മളറിയാത്തൊരു വേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തരംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ തരംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 71 മുകളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ അങ്ങനൊരു അടിത്തട്ടിൽ അങ്ങനെ ഒരു ഓളം, കാരണം ഈ ഡൽഹിയിൽ കിടന്നിട്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിനിടയിൽ കിടന്ന നാടകങ്ങൾ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പിന്നെ പരസ്പരമുള്ള കാലുവാരൽ എത്രത്തോളമൊക്കെ നടത്തി, കാലുവാരലിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും, കാലുവാരൽ എത്രത്തോളമൊക്കെ നടത്തി എന്നുള്ളത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പരിശോധന നടത്തുകയാണെങ്കിൽ ഈ 40 സീറ്റ് എവിടെ നിന്ന് പിടിക്കും എന്നുള്ള, 30 സീറ്റ് എവിടെ നിന്ന് പിടിക്കും എന്നുള്ള ചോദ്യം നമ്മൾ മുമ്പ് ഉയർത്തിയതാണ്. അപ്പം അവരെ ഇപ്പം പാലക്കാട് അഥവാ BJP പിടിച്ചാൽ കോൺഗ്രസിനാണ് നഷ്ടം. അതേപോലെ തന്നെ പിന്നെ പല സീറ്റുകളും അവർക്കാണ് തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ട്. LDFന്റെ സീറ്റുകൾ ചിലപ്പം BJPക്ക് സാധ്യതയുള്ളതുണ്ട്. വെയിറ്റ് ആൻഡ് സീ. യെസ്, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം.